നമസ്കാരം. ബൈക്ക് കളവ് പോയി. പരാതി കൊടുത്ത് മടങ്ങുമ്പോൾ തന്നെ ആ ബൈക്കുമായി മോഷ്ടാവ് മുന്നിലെത്തി. പാലക്കാട് ജില്ലയിൽ നടന്ന അത്യന്തം വിചിത്രമായ ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പാലക്കാട് കമ്പ വള്ളിക്കോട് സ്വദേശി രാധാകൃഷ്ണൻ പുതുപ്പരിയാരം പ്രാഥമിക ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി ബൈക്കിലെത്തുകയായിരുന്നു. ചികിത്സയ്ക്കായി ആശുപത്രിക്കുള്ളിൽ പോയ രാധാകൃഷ്ണൻ പുറത്തേക്ക് തിരികെ എത്തിയപ്പോൾ ബൈക്ക് അവിടെയൊന്നും തന്നെയില്ല. ചുറ്റും അന്വേഷിച്ചുവെങ്കിലും ബൈക്ക് കാണാനായില്ല. തുടർന്ന് ഈ ബൈക്ക് മോഷണം പോയെന്ന് ഉറപ്പിച്ച് രാധാകൃഷ്ണൻ പുതുപ്പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. മോഷണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പരാതി നൽകി. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും രാധാകൃഷ്ണൻ സ്റ്റേഷനിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പരാതി കൊടുത്ത് എസ്റ്റേറ്റ് ജംഗ്ഷനിൽ രാധാകൃഷ്ണൻ എത്തുമ്പോഴേക്കും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി ഇദ്ദേഹത്തിന്റെ മകൾ സ്കൂട്ടറിലേക്ക് എത്തുന്നു. എസ്റ്റേറ്റ് ജംഗ്ഷൻ ഭാഗത്ത് മകളുടെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ തൊട്ടു മുന്നിൽ നിന്ന് തന്നെ ഒരു ബൈക്ക് വേഗത്തിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ബൈക്ക് നോക്കിയ ശേഷം രാധാകൃഷ്ണൻ പൂർണ്ണമായും അവിശ്വസനീയമായ ഒരു അനുഭവം നേരിട്ടു. അത് തന്നെ അദ്ദേഹത്തിന്റെ കളവ് പോയ ബൈക്ക് തന്നെ. പോലീസിന് പരാതി നൽകിയതിന്റെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ബൈക്ക് തന്റെ മുന്നിലൂടെ അന്യനായ ഒരാൾ ഓടിച്ചു കൊണ്ടുപോകുന്നത് രാധാകൃഷ്ണൻ നേരിൽ കണ്ടു. അദ്ദേഹം ഉടൻ തന്നെ ബൈക്കിന് പിന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. പിടിവലി കണ്ട ഒടുവിൽ ആളുകൂടി. ഉടൻ തന്നെ ആളെ തടഞ്ഞു. പോലീസിനെ വിളിച്ച് വിവരമറിയിച്ചു. ഇതോടെ സ്ഥലത്തെത്തിയ പോലീസ് ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ബൈക്ക് ഓടിച്ചിരുന്നത് മുട്ടിക്കുളങ്ങര ആലിൻചോടി സ്വദേശിയായ രാജേന്ദ്രനാണെന്നാണ്. സംഭവ സ്ഥലത്ത് നാട്ടുകാരും പോലീസ് സംഘവും ചേർന്ന് രാജേന്ദ്രനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. ഈ മുഴുവൻ സംഭവവും സമീപത്തെ CCTVയിൽ പതിയുകയായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലുടനീളം വൈറലാകുന്നത്. രാധാകൃഷ്ണൻ തന്റെ കളവ് പോയ ബൈക്ക് തിരിച്ചറിയുന്ന നിമിഷം, തുടർന്ന് നാട്ടുകാർ ചേർന്ന് ബൈക്ക് ഓടിച്ച വ്യക്തിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഒരു ദൃശ്യങ്ങളുള്ളത്. വീഡിയോ പുറത്തു വന്നതോടെ സംഭവം പ്രാദേശിക തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും വൈറലായി. പാലക്കാട് പോലീസ് പ്രതിയായ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾക്ക് മറ്റു മോഷണ കേസുകളിൽ ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ബൈക്ക് മോഷണം പോയെന്ന പരാതിക്ക് പിന്നാലെ വെറും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ബൈക്കും പ്രതിയെയും പിടികൂടാനായതാണ് ഭാഗ്യം. വൈകിയിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ ബൈക്ക് മറ്റൊരിടത്തേക്ക് കടത്തപ്പെടുമായിരുന്നു. രാധാകൃഷ്ണന്റെ പ്രതികരണവും അതീവ സാധാരണമായിട്ടായിരുന്നു. തന്റെ ബൈക്ക് കിട്ടിയതിൽ സന്തോഷവാനാണ്, പോലീസിന് നന്ദി പറയുന്നു, ഇതെല്ലാം ഒരു സിനിമാ സീന് പോലെ തോന്നുന്നു, പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്കാണ് ഇടം വെച്ചിരിക്കുന്നത്. ജീവിതം സിനിമയേക്കാൾ വലിയ തിരക്കഥാകൃത്ത് തന്നെയാണെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം. പാലക്കാട്ടെ പുതുപ്പരിയാരം പോലീസിന്റെ വേഗത്തിലുള്ള ഇടപെടലും രാധാകൃഷ്ണന്റെ അനുഭവം ഒക്കെ ചേർന്ന് ഈ ഒരു സംഭവം ഒരു വൈറൽ റിയൽ ലൈഫ് ട്വിസ്റ്റായി മാറിയിട്ടുണ്ട്. രസകരമായ പല കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. പാവം രാജേന്ദ്രേട്ടൻ എത്രത്തോളം ആഗ്രഹിച്ചു മേടിച്ച ബൈക്കാണ്, എന്നിട്ടും ആ പരമദ്രോഹി ഉടമസ്ഥൻ വന്ന് തിരികെ മേടിച്ചു കളഞ്ഞു. പാവങ്ങൾക്ക് അലയിലും മോഷ്ടിക്കാൻ പോലും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. അവന് ഈ ജന്മത്തും അടുത്ത ജന്മത്തും ഓണം മെമ്പർ അടിക്കൂല എന്നൊക്കെയാണ് കമന്റ്. പഠിച്ച് വരുന്നതേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം റെഡിയാകും. തല്ല് കിട്ടാൻ വേണ്ടി മാത്രം ബൈക്ക് മോഷ്ടിച്ച് ഗതി പിടിക്കാത്ത കള്ളൻ മര്യാദക്കാരനായത് അയാളുടെ ഭാഗ്യം. വല്ല സൈക്കോ ആണെങ്കിൽ മൊയിലാളിനെ തല്ലി തവിട് പൊടിയാക്കി വണ്ടിയും കൊണ്ട് പോയേനെ, ഭാഗ്യം. കൂടാതെ ഇതിപ്പോ ദ്വാരപാലകന്റെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതുപോലെയായി. ക്ലൈമാക്സും മാത്രമേ വ്യത്യാസമുള്ളൂ. മാനിയൻ പോറ്റി നമ്പൂതിരി സ്വർണം കട്ട് അടി കിട്ടിയില്ല, ബൈക്ക് കട്ട പാവം രാജേന്ദ്ര ചേട്ടന് അടിയും കിട്ടി എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.